ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലഡു എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി കടലമാവാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടലമാവ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. വെള്ളം അധികം ആവാൻ പാടില്ല. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഒരു പാൻ വെച്ച് നന്നായി ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓട്ടകളുള്ള ഒരു പാത്രം അതിലേക്ക് ഒഴിച്ച് ഇതുപോലെ പരത്തി കൊടുക്കുക. അപ്പോൾ ആ ഓട്ടയിലൂടെ ഡ്രോപ്സ് ആയിട്ട് എണ്ണയിൽ വീഴും. ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് പാകമാകുമ്പോൾ കോരിയെടുക്കാം. ഇത് ലഡുവിൻ്റെ ബൂന്തിയാണ്. ബൂന്തി നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാണ്. പെട്ടെന്ന് പാകമാവും. അതുകൊണ്ട് തന്നെ അധികം നേരം എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കളർ മാറി വരുമ്പോൾ കോരിയെടുക്കാം. ഓക്കെ, ഈ പാകമായാൽ മതി. ഇവിടെ നല്ല യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പഞ്ചസാരപ്പാവ് ഉണ്ടാക്കണം. അതിനുവേണ്ടി വെള്ളം വെച്ച് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ലഡു ആണല്ലോ, അത്യാവശ്യം നല്ല മധുരം വേണം. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കയ്യിൽ തൊട്ട് ഒരു നൂൽപ്പരുവം എന്നൊക്കെ പറയും, നൂൽപ്പരുവാവുന്ന അത്രയും ഇത് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ലഡു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉണക്കമുന്തിരി എണ്ണയിലൊന്ന് വറുത്ത് കോരാം. ഓക്കെ, മുന്തിരി പാകമായി വന്നിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം. നമ്മുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. മാവെല്ലാം അതുപോലെ ഒഴിച്ച് വറുത്ത് കോരിയെടുത്തു. ഇനി അതെടുത്ത് മിക്സിയിലെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. വല്ലാതെ അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് അത് നമുക്ക് ഉരുട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഉരുട്ടുമ്പോൾ നല്ല ബോളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് പൊടിച്ച ബൂന്തികൾ പഞ്ചസാര പാവിലിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഉരുളാക്കി എടുക്കുമ്പോൾ അതിലൊരു മുന്തിരി, അണ്ടിപ്പരിപ്പ് വേണ്ടവർക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. എല്ലാം ഏതാണ്ട് ഒരേ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.